വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം യൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം, യേശു വിളിച്ചു പറഞ്ഞ ജീവജലത്തിന്റെ അരുവികൾ ഉപദേശം എവിടെയാണ് പറഞ്ഞത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിരുനാളിന്റെ മഹാദിനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2, ജീവന്റെ വചനങ്ങൾ ഉള്ളയാൾ എവിടെയായിരുന്നു പത്രോസ് പറഞ്ഞത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, അവർ എവിടെ എന്ന് യേശു ചോദിച്ചത് ഏത് സാഹചര്യത്തിൽ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എല്ലാവരും പോയ ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഞാൻ ലോകത്തിന്റെ ഡാഷ് ആണ് യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 5, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷിക്കാനല്ല. ക്വസ്റ്റ്യൻ നമ്പർ 6, എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7, ആ വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കയ്യഫാസ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബൽ എന്നവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, യേശു പറഞ്ഞു എന്റെ സാക്ഷ്യം സത്യമാണ് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 10, ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 11, കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ ശീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു. തന്നെ എന്ത് ചെയ്തു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിപ്പെടുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 12, ജ്ഞാനത്തെയും ഉന്മത്തത്തെയും ഭോഷത്വത്തെയും
വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറിവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞു എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിലപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 14. കലവറക്കാരൻ മണവാളനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീ നല്ല വീഞ്ഞെ സൂക്ഷിച്ചുവല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 15. ജനക്കൂട്ടം ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക എന്ന് ചോദിച്ചത് ഏത് പശ്ചാത്തലത്തിൽ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിരുനാൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ ഡാഷ് ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സംസാരിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 17. മനുഷ്യപുത്രനായതിനാൽ വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന എന്ത് സ്വകാര്യമായി അവതരിപ്പിച്ചു? ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുവിശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഷ്തോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ ജീവൻ നൽകുന്നവൻ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രൻ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗലാത്യ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 24. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് ഡാഷ് കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാശം. ക്വസ്റ്റ്യൻ നമ്പർ 25. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞത് ഏതവസരത്തിലായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
കാനാനിലെ വിവാഹത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 26. തിരുനാൾ പകുതിയായപ്പോൾ ആര് ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു പറഞ്ഞത് ഏതപ്പത്തിനു വേണ്ടി അധ്വാനിക്കരുത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നശ്വരമായ അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 28. ആരെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാവങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 29. സേവകരെ യേശുവിനെ പിടിക്കാൻ അയച്ചത് എവിടേക്കാണ്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 30. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മിച്ചമുള്ള കഷ്ണങ്ങൾ ഡാഷ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന ഡാഷ് നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്താനങ്ങളിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 32. യേശു വീണ്ടും കുനിഞ്ഞെഴുതിയത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവർ അവന്റെ വാക്ക് കേട്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 33. സൂര്യന് കീഴിൽ നടക്കുന്ന പ്രവർത്തികൾ സഭാപ്രസംഗകൻ എങ്ങനെ വിലയിരുത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിഥ്യയും പാഴ്വേലയും അത്രേ. ക്വസ്റ്റ്യൻ നമ്പർ 34. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ഡാഷ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 36. റൂത്ത് എവിടെ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി? എലിമെലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ദൈവത്തിന് മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവൽ ദേവാലയത്തിൽ ആരുടെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 38. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എപ്രകാരം വിധിക്കുവിൻ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 39. ആരിൽ നിക്കോദമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫരിസേയരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരികാസ്വസ്ഥം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗലാത്യ 4-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 41. പൂരിപ്പിക്കുക. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ഡാഷ് എന്നവൻ വിളിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് എന്ത് നൽകും? നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രതിഫലം. ക്വസ്റ്റ്യൻ നമ്പർ 43. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കാമോ എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശു പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഡാഷ് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഞാൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 45. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 46. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ദാസ് ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്ത്യരിൽ നിന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിലെ. ക്വസ്റ്റ്യൻ നമ്പർ 47. മനുഷ്യ മനസ്സിൽ അവിടുന്ന് എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ക്വസ്റ്റ്യൻ നമ്പർ 48. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി എന്ത് ചെയ്യും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അനുഗ്രഹിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 49. ലോകം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വചനം. ക്വസ്റ്റ്യൻ നമ്പർ 50. നിങ്ങളും വഞ്ചിതരായോ എന്ന് ചോദിച്ചത് ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 51. 3 ദിവസത്തിനകം എന്ന വാക്കിൽ കാണുന്ന സംഖ്യ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. ക്വസ്റ്റ്യൻ നമ്പർ 52. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്താണ് തിന്മ പ്രവർത്തിക്കുന്നവൻ വെറുക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 3. ക്വസ്റ്റ്യൻ നമ്പർ 55. ഗലാത്യ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആർക്ക് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ഗലീലയിൽ ഏത് സ്ഥലത്താണ് വീണ്ടും എത്തിയതെന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാന. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് ആരുടെ മകനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശിമയോൻ സ്കറിയോത്ത. ക്വസ്റ്റ്യൻ നമ്പർ 58. യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് എല്ലാം സൃഷ്ടിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വചനം. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു പറഞ്ഞ ദേവാലയം എന്ന വാക്ക് സൂചിപ്പിച്ചത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തന്റെ ശരീരമാകുന്ന ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 60. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 61. റൂത്ത് വയലിൽ ചെന്നു ആരുടെ പിറകെ കാലാപ്പെറുക്കി? എലിമെലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോആസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊയ്ത്തുകാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, ഡാഷ് പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 63. എത്ര വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി? അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 3. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്നെ അയച്ചവന്റെ ഡാഷ് പക്കലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ ഈശോയെ സന്ദർശിച്ച യഹൂദ പ്രമാണി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്നാൽ ആത്മാവിന്റെ ഡാഷ് ആണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫലങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 67. യേശു 3 ദിവസം പുനരുദ്ധരിക്കുമെന്ന് കേട്ട് യഹൂദർ പറഞ്ഞതെന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 46 വർഷമെടുത്തത് വെറും 3 ദിവസത്തിനകം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്ത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല? ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നദികൾ. ക്വസ്റ്റ്യൻ നമ്പർ 69. ആര് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു ഡാഷ് പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 71.
വിജാതിയരുടെ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 72. ഏത് ഗ്രാമത്തിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്ലഹേം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഡാഷ് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോകത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 74. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 75. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബദ് എന്ന് അവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആര് പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലാത്യ 6-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാം. ക്വസ്റ്റ്യൻ നമ്പർ 78. യേശുവിനെ കൊല്ലാൻ കൂടുതൽ ശ്രമിച്ചവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 79. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 81. യൂദായിക്ക് താമാറിൻ ഡാഷ് പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനിച്ച. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു തന്റെ ആദ്യ അത്ഭുതം എവിടെ ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 84. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും ഡാഷ് ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 85. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. എന്തിന് സമയമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിളവെടുപ്പ്.
ക്വസ്റ്റ്യൻ നമ്പർ 86. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 87. വയലുകൾ വിളഞ്ഞ് കൊയ്ക്ക് പാകമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിളവെടുപ്പ് ഉദാഹരണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി ഇവിടെ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എബിനേസറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 90. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ അവൻ ഡാഷ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 91. വാഗ്ദാനം ശ്രദ്ധിച്ചവന് എന്ത് ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്തതി. ക്വസ്റ്റ്യൻ നമ്പർ 92. എത്ര കുട്ട നിറയെ മിച്ചം ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 93. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഈ അടയാളങ്ങൾ ചെയ്യുകയില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. കർത്താവിന്റെ പേടകം 7 മാസം ആരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 95. കൃപയും സത്യവും ആരിലൂടെ ലഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 96. കർത്താവിന്റെ എന്ത് അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 97. ഞാൻ പോയി എന്നീ ഡാഷ് വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുവദിക്കുന്നവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. യേശുവിന്റെ അമ്മ കാനായിൽ എന്ത് പറഞ്ഞു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർക്ക് വീഞ്ഞില്ല. ക്വസ്റ്റ്യൻ നമ്പർ 99. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെ നൽകുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ക്വസ്റ്റ്യൻ നമ്പർ 100. ആര് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. നന്ദി. വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ
1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.